നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛന് ചോറും കൊണ്ട് വന്ന. അച്ഛമ്മോട് പറഞ്ഞിട്ടില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് വരരുതെന്ന്? ചേച്ചി വരുന്നില്ല എന്ന് കൊറേ പറഞ്ഞതാ അച്ഛാ. ഞാനാ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. അതെനിക്ക് തോന്നി. ഞങ്ങൾ വന്നപ്പോ അച്ഛനും അവരും തമ്മിൽ വഴക്കൂടായിരുന്നു അല്ലേ? പുറത്തു വന്നപ്പോ അച്ഛന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ നല്ല മാസ് വോയിസാ അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു എൻട്രൻസ് കോച്ചിങ് നിർത്തി സിവിൽ സർവീസിന് ചേർന്നാലോ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ IPS എടുത്ത് പോലീസ് ആവാലോ. ഏയ്, അതൊന്നും വേണ്ട. ഈ പോലീസ് പണി സിനിമയെ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. എന്റെ മോള് ഡോക്ടറായ പോലീസ് ആവണ്ട. ഇവള് വലിയൊരു കായിക. അതാ അച്ഛന്റെ ആഗ്രഹം. ഓ ശരി. മോളെ, പോലീസ് സ്റ്റേഷൻ നിനക്ക് പറ്റിയ സ്ഥലമല്ല. ഇവിടെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അച്ഛന്റെ ജോലിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊരിക്കലും മോളുടെ ജീവിതത്തിന്റെ ഭാഗമാകരുത്. എന്റെ മോൾ ഇങ്ങോട്ട് വരട്ടെ. ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ശരി ശരി, വൈകിട്ട് കാണാം. സാറേ, സാറിന് 2 പെൺമക്കളാണല്ലേ? പെൺമക്കളുള്ളവര് എന്നെ പോലുള്ള കാശുകാരുമായിട്ട് മുട്ടാൻ പാടുണ്ടോ സാറേ? അതേടാ, എനിക്ക് പെൺമക്കൾ ഉള്ളത് കൊണ്ടാ നിന്നെ ജയിലടക്കാൻ ഞാൻ തീരുമാനമെടുത്തു. നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ പുറത്തുണ്ടായിട്ടു അച്ഛനന്മാർ ധൈര്യമായി പെൺമക്കളെ ജോലിക്കും പഠിപ്പിനും വിടുന്നത് എന്നെ പോലുള്ളവന്മാരെ വിശ്വസിച്ച. അവരുടെ വിശ്വാസ നിന്നെ പോലുള്ളവന്മാർക്കെതിരെ നിൽക്കുവാനുള്ള എന്റെ ധൈര്യം. പോലീസും കോടതിയും ഒക്കെ വെറും നോക്കൂത്തികളല്ലടാ. അത് ജയിലിൽ കിടന്ന് നരകിക്കുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. എന്തു പറ്റി ഗോപാൽജി? നീ വന്നോടാ ഗിരിമോനെ, നീ അറിഞ്ഞില്ലേ? എല്ലാം കൈവിട്ടുപോയി. ഗോപാൽജി എന്തൊക്കെയായി പറയുന്നത്? എന്താ പറ്റിയത്? ഞാൻ തോറ്റുപോയടാ. ഈ ഗിരി കൂടെ ഉള്ളപ്പോ ഗോപാൽജി എങ്ങനെ തോക്കാനാ? കാര്യം എന്താണെന്ന് പറ ഗോപാൽജി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സഞ്ജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തടാ. എന്തിനാ? എന്നോടുള്ള പക തീർക്കാൻ. അല്ലാതെ എന്തിനാ? പണ്ടേ പോലീസുകാർക്ക് എന്നോട് വൈരാഗ്യമാണല്ലോ. അതല്ലേ ഒന്നും ചെയ്യാത്ത എന്റെ ദളപതിയെ നിന്റെ അച്ഛനെ അവർ കൊന്ന് കെട്ടിത്തൂക്കിയത്. എന്നിട്ടും അവർക്ക് മതിയായില്ലടാ മോനെ. ഇപ്പൊ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മോനെ അവർ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എല്ലാത്തിനും പുറകിൽ അവനാ, ആ മാധവൻ. അവൻ എങ്ങനെയെങ്കിലും ഈ ഹോട്ടല് പൂട്ടിക്കണം. അതിനവൻ എന്ത് നാറിയ കളിയും കളിക്കും. മാധവനെ ഞാൻ ഡീൽ ചെയ്തോളാം. അവര് കേസ് ഫയൽ ചെയ്തോ? എന്താ കേസ്? മാധവൻ എന്റെ മോനെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അവനെ നാണം കെടുത്തുകയും കൂടി വേണം. അതുകൊണ്ട് പീഡന കേസാ അവന്റെ തലയെ കെട്ടിവെച്ചിരിക്കുന്നു.
ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് കള്ളപ്പരാതിയും അവൻ ആ മാധവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പെണ്ണാരാണെന്ന് ഗോപാൽജിക്ക് അറിയാമോ? ഹാ, അത് മാധവൻ പറയണ്ടേ? അവൾ ആരാന്ന് നമ്മൾ അറിഞ്ഞാൽ അവന്റെ കള്ളക്കളിയൊക്കെ പുറത്തു വരുമെന്ന് അവന് പേടി കാണും. എടാ മോനെ, എനിക്ക് പേടിയാകുന്നടാ. പോലീസുകാരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് നിനക്കറിയാമല്ലോ. ആ മാധവനാണ് എന്റെ മുഖത്തു നോക്കി സഞ്ജയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്റെ മുമ്പിലിട്ട് അവനെ മാധവൻ തല്ലിയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വന്നടാ. ഗോപാൽജി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ മോനെ കാര്യം? ഒരച്ഛനെന്ന നിലയിൽ ഞാൻ തോറ്റുപോയടാ. മതി ഗോപാൽജി. സഞ്ജയ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവന് എന്ത് വില കൊടുത്തും ഞാൻ പുറത്തു കൊണ്ടുവരും. ഗോപാൽജി സമാധാനമായിട്ടിരിക്കുക. ആ കള്ളസാക്ഷി പറഞ്ഞ പെണ്ണിനെ മാധവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഈ ഗിരി കണ്ടുപിടിച്ച് ഗോപാൽജിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടേരും. സഞ്ജയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് ഗിരിയുടെ വാക്ക. അത് കേട്ടാ മതി മോനെ, എനിക്ക് സമാധാനമായി. ഞാൻ ആ മാധവനെ കണ്ടിട്ട് വരാം. മോനെ ഗിരി, സൂക്ഷിക്കണേടാ. എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ ആ മാധവൻ. അയാള് കാരണം ഇന്ന് ഞാൻ ഗോപാൽജി കരയുന്നത് കണ്ടു. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഞാനും എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. എന്താ ഗിരി, രാത്രി പോലീസുകാരന്റെ വീടിന് മുന്നിൽ പാറാവ് നിൽക്കുകയാണോ? അങ്ങനെ വേണ്ടി വന്ന നിൽക്കാതെ പറ്റില്ലല്ലോ മാധവൻ സാറ്. ഗോപാൽജിയോട് പകരം വീട്ടാൻ താൻ കളിച്ച കളി കൊള്ളാം. ഓ, അപ്പൊ ഈ പാറാവ് ഗോപാലിന് വേണ്ടിയാണ്. ഡോ, സഞ്ജയനെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയാൽ എല്ലാം അങ്ങ് തീരുമെന്ന് താൻ വിചാരിച്ചോ? അതിന് ഈ ഗിരി മരിക്കണം. എന്ത് വില കൊടുത്തും അവനെ ഞാൻ പുറത്തിറക്കും. ഗോപാലിന്റെ വാക്കും കേട്ട് ഇങ്ങോട്ട് ചാടി പുറപ്പെടുന്നതിന് മുമ്പ് സഞ്ജയ് എന്താ ചെയ്തെന്ന് നീ അന്വേഷിച്ചോ? താൻ കെട്ടിച്ചമച്ച കേസിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. പെണ്ണ് കേസാണെങ്കിൽ അവനെയും ഗോപാൽജിയൊക്കെ നാറ്റിക്കാലോ അല്ലേ? ഇങ്ങനൊരു വിഷയമാവുമ്പോ ആരും കൂടെ നിൽക്കില്ല എന്ന് താൻ കരുതി കാണും.